നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. നമ്മൾ 8ാം ക്ലാസ്സിലെ ഫിസിക്സ് ഫോഴ്സ് എന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. അതിന്റെ 3ാമത്തെ വീഡിയോ ആണിത്. നോക്കാം. ട്രസ്റ്റ് ആൻഡ് പ്രഷർ. ഇത് വളരെ സിമ്പിളാണ്. ട്രസ്റ്റ് എന്ന് പറയും, പക്ഷെ ഏറ്റവും കൂടുതൽ ചോദിക്കാറുണ്ട്. ട്രസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം പ്രഷർ എന്താന്ന് പറയാം. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. പെർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സിന്റെ ഫോഴ്സ് പെർ ഡിവൈഡഡ് ബൈ, അതായത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഈ ഒരു യൂണിറ്റ് ഏരിയ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ പറയുന്ന പേരാണ് പ്രഷർ. ഇപ്പൊ ഇതാ ഈ ഒരു ചതുരം തിരിക്കുക. ഓക്കെ, റെക്ടാങ്കുലർ ആയിട്ടുള്ള ഇതില് ഒരു യൂണിറ്റ് ഏരിയ എടുക്കുക. നീളം വീതിയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ഏരിയ. നീളം 1 മീറ്റർ, 1 സെന്റിമീറ്റർ, വീതി 1 സെന്റിമീറ്റർ എന്നുള്ള യൂണിറ്റ് ഏരിയയില് അനുഭവപ്പെടുന്ന അതിന്റെ സർഫസിൽ തുല്യമായിട്ടേക്കും പ്രഷർ തുല്യമായിട്ട് ആ യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണത് പ്രഷർ. ഓക്കെ, ഞാനിതാ ഒരു സെന്റിമീറ്റർ വീതി 1 സെന്റിമീറ്റർ നീളമുള്ള ഒരു ചതുരം എടുത്തു. അപ്പൊ അതിന് ഒരു യൂണിറ്റ് ഏരിയ എന്നാണ് പറയാൻ പറ്റുള്ളൂ. ആ യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ്? ഇപ്പൊ ഞാനിതാ ഇങ്ങനെ ചരിച്ചിട്ട് ഫോഴ്സ് കൊടുക്കാം, ഇങ്ങനെ ചരിച്ചിട്ട് ഇങ്ങോട്ട് ചരിച്ചിട്ട് കൊടുക്കാം, ഇതാ ഇവിടുന്ന് നേരെ ഇങ്ങനെ ആക്കാം, ഇങ്ങനെ ആക്കാം. എങ്ങനെ വേണമെങ്കിലും ഫോഴ്സ് ആണെങ്കിൽ അത് പ്രഷർ എന്ന് പറയും. എന്നാൽ നേരെ തിരിച്ച് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കണം. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കണം. ഇപ്പൊ ഞാൻ ഈ യൂണിറ്റ് ഏരിയ, യൂണിറ്റ് ഒരു മീറ്റർ ആയിക്കോട്ടെ. ഇതൊരു മീറ്റർ, ഇതൊരു മീറ്റർ, ഇതൊരു മീറ്റർ, ഇതൊരു മീറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു സ്ക്വയർ ആയിട്ടുള്ള അതില് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു പെർപെൻഡിക്കുലർ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. അത് ഞാൻ എനിക്ക് ഇങ്ങനെ കൊടുക്കാം, ചരിച്ചിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചരിച്ചിട്ട് വരാം, ഇങ്ങനെ ചരിച്ചിട്ട് വരാം, ഇങ്ങനെ ചരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഇതിലേക്ക് ഫോഴ്സ് കൊടുക്കാൻ പറ്റും. ആ യൂണിറ്റ് ഏരിയയിലേക്ക് ഫോഴ്സ് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിലൊക്കെ പറയാ എന്താണ്? പ്രഷർ എന്നാണ്. എന്നാൽ ഒരൊറ്റ ഇതുകൊണ്ടുണ്ടാകുക ആ യൂണിറ്റ് ഏരിയയിലേക്ക് കൊടുക്കുന്ന പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് സർഫസും ഫോഴ്സും ഉള്ള ആംഗിള് 90 ഡിഗ്രി ആയിരിക്കണം. സർഫസ് ഇതാണ് അല്ലെ, ഈ യൂണിറ്റ് ഏരിയ ആണ്. അതും എന്താണ്? ഫോഴ്സ് കൊടുക്കുന്നത് നേരെ കുത്തനെയായിരിക്കും. ആണ് ഫോഴ്സ് എന്ന് പറയുന്ന പേരാണ് ട്രസ്റ്റ്. അങ്ങനത്തെ തന്നെ ട്രസ്റ്റ് പെർപെൻഡിക്കുലർ ഫോഴ്സ് ആണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ഫോഴ്സ് ആണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. മറ്റെന്താണ്? സാധാരണ എന്താണ്? ഫോഴ്സ് എങ്ങനെയും വരാം, പക്ഷെ പെർപെൻഡിക്കുലർ ഫോഴ്സ് നമ്മൾ പേരിട്ട് വിളിച്ചു ട്രസ്റ്റ്. ഓക്കെ, ഈ പ്രഷറിന്റെ കേസിൽ നോക്കാം. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ യൂണിറ്റ് ഏരിയ ആണ്. ഇപ്പൊ നോക്കാം അവിടുത്തെ കേസിൽ ഒരു ബോക്സ് ഉണ്ട്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം. കാരണം നമ്മുടെ അടുത്ത് ഇപ്പം ചെയ്ത് നോക്കാൻ ഒരു വെയിറ്റ് മെഷീനോ അങ്ങനത്തെ ഒന്നുമില്ല. നമുക്കവിടെ വെയിറ്റ് മെഷീൻസോ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നോക്കാം. ഒരു ബോക്സ്, അതില് എന്താ കൊടുത്തിരിക്കുന്നത്? സം പൗഡർ ലാമിനേറ്റ് ട്രൈ. അതായത് ഇതില് ഞങ്ങൾക്ക് കുറച്ച് എന്ത് വേണേക്കാം. നീരോ അല്ലെങ്കിൽ ചോക്ക് പൊടിയോ അല്ലെങ്കിൽ പിന്നെന്താക്കാം, നിങ്ങളെ ടാൽക്കം പൗഡറില്ലേ, സാധാരണ പൗഡറോ എന്ത് വേണേക്കാം. അതിലേക്ക് നിങ്ങളൊരു ഇഷ്ടികയുടെ കഷ്ണം ഇങ്ങനെ വെച്ചിരിക്കാം, പെർപെൻഡിക്കുലർ റേഞ്ചിൽ ഏരിയ. ഓക്കെ, അതേപോലെ ഇതോ കുറച്ചുകൂടി കിടത്തിയിട്ടാണ് വെക്കുന്നത് ഒരു സൈഡിൽ. ഇത് ഏറ്റവും സർഫസ് ഇതുമായി ടച്ച് ചെയ്യും. അപ്പൊ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ആ സർഫസുമായിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗം. അപ്പൊ ഇവിടെ ഏരിയ എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ. ഇവിടെ ഏരിയ, ഫസ്റ്റ് ഫിഗറിൽ ഏരിയ എന്ന് പറയുന്നത് കുറവാണ്. ഇവിടെ ഈ ഭാഗമല്ലേ ഏറ്റവും കൂടുതലുണ്ടാകുക. ഇവിടുത്തെ ലെങ്ത് കുറവാണ് അല്ലെ. ലെങ്ത്തും വിഡ്ത്തും കുറവായതുകൊണ്ട് ഈ സ്ക്വയർ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പൊ ഏരിയ കുറവാണ് അല്ലെ. അതേപോലെ ഇവിടെ ഏരിയ as comparing to
ഫിഗർ എ ഇറ്റ് ഈസ് ഹയർ. ഫിഗർ എനെക്കാട്ടി കുറച്ചും കൂടി ഏരിയ കൂടുതലാണ്. ഫിഗർ സിയോ എയും ബിനെയും അപേക്ഷിച്ചിട്ട് ഏരിയ ആ സർഫസുമായിട്ട് ടച്ച് ചെയ്യുന്ന ഏരിയ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ എക്സ്പെരിമെന്റിലേക്ക് പോവാണ്. ആ എക്സ്പെരിമെന്റിന്റെ റിസൾട്ടിലേക്ക് പോവാണ്. എന്താണ് വെർട്ടിക്കൽ ആയിട്ട് വെക്കുകയാണ്. അതാണ് വെർട്ടിക്കൽ. ഫിഗർ എ വെർട്ടിക്കൽ. ദെൻ ഫിഗർ ബി എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ. അടുത്തത് വിത്ത് ബോർഡർ സൈഡ് ഡൗൺവേർഡ്. ബോർഡർ ആയിട്ടുള്ള സൗണ്ട് താഴത്തുള്ള ഭാഗം ഡൗൺവേർഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കണ്ടീഷനില് ഡിപ്രഷൻ റിസൾട്ട് ഇൻ പൗഡർ ലൈൻ. അതായത് പൗഡർ ലൈനിൽ എത്ര ഡിപ്രഷൻ ഉണ്ടാവും? ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അവിടെ അനുഭവപ്പെടുന്ന ഒരു ടെൻഷൻ ഏതിലേക്കും കൂടുതൽ ഉണ്ടാകുക? യെസ്, ഈ വീതി കൂടിയ ഭാഗത്ത് എല്ലാവർക്കും ഡിപ്രഷൻ ഉണ്ടാവും. പക്ഷെ അത് തുല്യമായിട്ട് ഡിപ്രഷൻ ആയിരിക്കും. ഇവിടെ ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകും. പിന്നെ ഇവിടെ എന്താ വെയിറ്റ് ഓഫ് ബ്രിക്സ് ഓർ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് വെർട്ടിക്കലി. വെയിറ്റ്, ബ്രിക്കിന്റെ വെയിറ്റ് നമുക്ക് നോക്കി നോക്കാന്ന് പറഞ്ഞാൽ ഇപ്പം പോസിബിൾ അല്ല. നമുക്ക് എടുത്ത് നോക്കിയാൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ഫോഴ്സ് എവിടെയാ കൊടുക്കുക? ഈ തുല്യ ഭാഗത്ത് ഈ ഒരു ഏരിയയിൽ ഫോഴ്സ് ഏറ്റവും കൂടുതൽ കൊടുക്കുക എന്താണ്? കുറഞ്ഞ സ്ഥലത്താണ്. ഇവിടേക്ക് ഫോഴ്സ് എല്ലാ ഭാഗത്തേക്കും ഈക്വലായി ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഇവിടത്തെ കേസിൽ ഫോഴ്സ് കുറവായിരിക്കും. ഇവിടെയാണ് ഫോഴ്സ് കൂടുതൽ കൊടുക്കുക. ഏരിയ കുറവായതുകൊണ്ട് ആ ഏരിയയിലേക്ക് എല്ലാ ഫോഴ്സുകളും കോൺസെൻട്രേറ്റ് ചെയ്തു. അത്രയോ പറയുന്നുള്ളൂ. അങ്ങനത്തെ കേസ് നോക്കണം അല്ലേ? അതുകൊണ്ട് അടുത്തത് നോക്കാം. ഇനി അടുത്ത് ഏരിയ ഓഫ് കോണ്ടാക്ട് ഓഫ് ബ്രിക്ക് വിത്ത് പൗഡേർഡ് ലൈൻ. ഏരിയ ഏതിനാ കൂടുതൽ ഉണ്ടാകുക? കൂടുതലുള്ളതും കുറവുള്ളതും മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് അതിന്റെ എത്രയാണുള്ളത് എക്സാക്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിനൊക്കെ ഏരിയ കൂടുതൽ ഉണ്ടാകുക. ഫിഗർ സിക്ക് ആയിരിക്കും ഏരിയ കൂടുതൽ. പിന്നെ ഫിഗർ ബി കുറച്ചുകൂടി ഏരിയ കുറവായിരിക്കും. ഫിഗർ എ അതിലും കുറവായിരിക്കും. സോ അങ്ങനെ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാം, ഏരിയ കണ്ടുപിടിക്കാം. ഫോഴ്സ് ബൈ ഏരിയയെ പറയുന്ന പേരാണെന്ത്? പ്രഷർ. ഓർ ഫോഴ്സ് പെർ ഏരിയയെ പറയുന്ന പേരാണെന്ത്? പ്രഷർ. ഓക്കെ, ഒരു നിശ്ചിത ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് പ്രഷർ. ഓക്കെ, നിശ്ചിത ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് പ്രഷർ. അത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ അതിന് ട്രസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇതാ പെർപെൻഡിക്കുലർ ഫോഴ്സ് ആണ് ഇതിന് ട്രസ്റ്റ് എന്ന് പറയും. ഇതാ വെയിറ്റ്. Where is the attractive force experienced by the earth on an object? Weight of an object of mass mkg is Fmc. Here G is the acceleration due to gravity. Average acceleration due to gravity is 9.8 meter per second square. നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അത്. നോക്കാം, അതും കൂടി വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമുക്ക് എല്ലാ വസ്തുക്കൾക്കും മാസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മാസ്, എല്ലാ വസ്തുക്കൾക്കും മാസ് ഉണ്ട്. മാസ്ലെസ് വസ്തുക്കളും ഉണ്ട്, അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കൂടുതൽ നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്നതിൽ മാസുള്ള വസ്തുക്കൾ നമ്മൾ നോക്കാം. അതിപ്പം ഞാൻ ഈ ഭൂമിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ വസ്തുക്കൾക്കും മാസ് ഉണ്ടാവും. ചന്ദ്രനിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ മാസ് ഉണ്ടാവും. പ്രപഞ്ചത്തിൽ എവിടെ പോയി നോക്കിയാലും ആ വസ്തുക്കൾക്ക് മാസ് ഉണ്ടാവും. ആ മാസ് എല്ലാ സ്ഥലത്തും തുല്യമായിരിക്കും. എവിടെ നോക്കിയാലും മാസ് തുല്യമായിരിക്കും. മാസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഓരോ വസ്തുക്കളും വെയിറ്റ് എന്ന് പറയുന്നത്, ആ വസ്തുക്കളുടെയും വെയിറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് എന്ന് പറയുന്നത് മാസ് m ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. മാസ് വെയിറ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അതായത് mg. ഓരോ സ്ഥലത്തിലും പ്രപഞ്ചത്തിൽ, അതായത് ചന്ദ്രനിൽ ഉണ്ടാകുന്ന വരെയായിരിക്കില്ല ഭൂമിയിലുണ്ടാകുക, അതേപോലെ തന്നെ ആയിരിക്കില്ല ജൂപ്പിറ്ററിലുണ്ടാകുക. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വ്യത്യസ്തമായിരിക്കും.
ഈ മൂന്നെണ്ണത്തിന്റെ കേസിൽ പറയാണ്, ഭൂമിയിലെ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതിനേക്കാളും കുറവ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് മൂണിലുണ്ടാകുക. അതുകൊണ്ട് അവിടുത്തെ ഫോഴ്സ് വെയിറ്റ് എന്ന് പറയുന്നത് എം ഇൻറ്റു 2 ആണ് തോന്നിച്ചു. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് തോന്നുന്നത്, 2.6 എന്തോ ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ വെയിറ്റ് നമ്മൾക്ക് അവിടെ പോകുമ്പോൾ വെയിറ്റ് കുറവായിരിക്കും. മൂണിൽ പോകുമ്പോൾ നമുക്ക് അവിടെ വെയിറ്റ് കുറവായിരിക്കും. എന്നാൽ ജൂപ്പിറ്ററിൽ പോയി നോക്കുകയാണെങ്കിൽ നമ്മുടെങ്ങാട്ടി ഇരട്ടി ഒക്കെയാണ് അവിടുത്തെ വെയിറ്റ് പറയുന്നത്. കാരണം അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വളരെ വളരെ കൂടുതലാണ്. മീറ്റർ പെർ ഓക്കെ, നമ്മൾ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഏത് ആവറേജ് ഭൂമിയിൽ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് വളരെ ചേഞ്ചസ് ഉണ്ടാവും, നേരിയ ചേഞ്ചസുകൾ ഉണ്ടാവും. ഓക്കെ, ധ്രുവപ്രദേശങ്ങളിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, ധ്രുവപ്രദേശങ്ങളിൽ പോളാർ റീജിയനിൽ അപ്പൊ അവിടെ വെയിറ്റിന് വ്യത്യാസം ഉണ്ടാകും കുറഞ്ഞ രീതിയിൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഏവറേജ് ഭൂമിയിലെ ഏവറേജ് ആയിട്ടുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമ്മളെ മാസിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് വെയിറ്റ് എന്ന് പറഞ്ഞു അല്ലെ. നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു എം എ ആണ്. നമുക്ക് പഠിക്കാം. സെക്കൻഡ് ലോ മോഷൻ എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ലോസ് ഓഫ് മോഷനിൽ രണ്ടാമത്തെ ലോ ആണ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ എഫ് ഇസിക്കൽ ടു എം എ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. പ്ലസ് വണ്ണിലേക്ക് പോകുമ്പോൾ അതിന്റെ കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അവിടെ പറയുന്നുണ്ട്, ഡിഫറൻസിയേഷൻ വെച്ചിട്ടൊക്കെ. ഓക്കെ, എന്തായാലും എഫ് ഇസിക്കൽ ടു എം എ ആണ്. എം എന്ന് പറയുന്ന മാസും എ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ആക്സലേഷൻ ആണ്. എം എ എന്ന് പറയുന്നത് ആക്സലേഷൻ ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് ആക്സലേഷൻ, ഇവിടെ എ എന്ന് പറയുന്നത് ആക്സലറേഷൻ ആണ്. ജി എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ അതൊരു ആക്സലറേഷൻ അല്ലേ. അതുകൊണ്ട് എ ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് അതിന് സ്ഥാനത്ത് ജി ഇൻട്രൊഡ്യൂസ് ചെയ്തു. എം ഇൻറ്റു ജി, മാസ് ഇൻറ്റു ആക്സലറേഷന് പകരം ആക്സലറേഷൻ എന്ന് പറയുന്നത് അതൊരു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒരു ആക്സലറേഷൻ തന്നെയല്ലേ. അപ്പം എം ഇൻറ്റു ജി എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ആണ്. അതായത് അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഈ ടേബിളിൽ എന്താണ് ഫോഴ്സ് എക്സ്പീരിയൻസ് നമ്മൾ ഇവിടെ എടുത്ത് പറയുന്നത്. ഈ ടേബിളിൽ നമ്മൾ ഫോഴ്സ് എക്സ്പീരിയൻസ് വെർട്ടിക്കലായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് നമുക്ക് ഈ ടേബിളിൽ ഇവിടെ പറയാൻ കാരണം അതായത് വെയിറ്റ് ആണ്. വെയിറ്റ് എന്നുള്ളത് ഞാൻ വേറെ രീതിയിൽ പറഞ്ഞെന്ന് മാത്രം. വെർട്ടിക്കലായിട്ടുള്ള വെയിറ്റ് സോറി ഫോഴ്സ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്. അപ്പൊ അത് നമുക്ക് എക്സാക്ട് ആയിട്ടും ഈ ഫിഗറിൽ നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം വെയിറ്റ് നോക്കണം, ഒക്കെ നോക്കിയാൽ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി പ്രഷർ എന്ന് പറയുന്നത് നോക്കാം. ഓക്കെ, ടോട്ടൽ നോർമൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ സർഫസ് ഇൻ ഈസ് ത്രസ്റ്റ്. അതായത് ത്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ആണ്. ത്രസ്റ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് തന്നെയാണ്. പെർപെൻഡിക്കുലർ ഫോഴ്സിനെ പറയുന്ന പേരാണ് ത്രസ്റ്റ്. ഞാൻ ഈ ലൈൻ ഈ വൈറ്റ് ലൈൻ ശ്രദ്ധിക്കാം. ഈ വൈറ്റ് ലൈനിലേക്ക് എനിക്ക് ഇങ്ങനെ ഫോഴ്സ് കൊടുക്കാം, ഇങ്ങനെ ഫോഴ്സ് കൊടുക്കാം, ഇങ്ങനെ ഫോഴ്സ് കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ഫോഴ്സ് ഇതിലേക്ക് കൊടുക്കാം. ഈ ലൈനിൽ മീൻസ് ഒരു സർഫസിലേക്ക് എങ്ങനെ വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം. പക്ഷെ ഞാനത് കൊടുക്കുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നേരെ ഉള്ള ഫോഴ്സ് ആണ് ചെയ്യുന്നത്. അതായത് 90 ഡിഗ്രി. ഈ സർഫസും ഈ കൊടുക്കുന്ന ഫോഴ്സിന്റെ ആംഗിളും 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കും. അങ്ങനെയുള്ള ഫോഴ്സിനെ പ്രത്യേകമായിട്ടൊന്ന് വേറിട്ട് പിടിച്ചു. അതാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതല്ല, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ പറയാം. ഒരു സർഫസിലേക്ക് കൊടുക്കുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സിനെ പറയുന്ന പേരാണത് ത്രസ്റ്റ്. ഓക്കെ, പെർപെൻഡിക്കുലർ ആയി കൊടുക്കുന്ന ഫോഴ്സ് ആണത് ത്രസ്റ്റ്. അപ്പൊ അങ്ങനത്തെ പ്രഷർ അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ എന്താ? ത്രസ്റ്റ് ബൈ ഏരിയ. അതായത് നേരത്തെ ഫോഴ്സ് ബൈ ഏരിയക്ക് പകരം ഇവിടെ ത്രസ്റ്റ് ബൈ ഏരിയ കൂടും. അതാണ് അവിടുത്തെ പ്രഷർ. ഇത്രയുള്ളൂ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ത്രസ്റ്റും പ്രഷറും തമ്മിൽ കമ്പയർ ചെയ്ത് ഇരിക്കുന്ന ഇക്വേഷൻ ആണത്
പ്രഷർ ഇസ് ഈക്വൽ ടു ത്രസ്റ്റ് ബൈ ഏരിയ. നമ്മൾ യഥാർത്ഥത്തിൽ അതെന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഫോഴ്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഫോഴ്സ് എന്ന് നമ്മളെ മനസ്സിലുണ്ടാകണം. കൊടുക്കുന്ന ഫോഴ്സ് പെർപെൻഡിക്കുലർ ആയിട്ട് നേരെ കുത്തനെ കൊടുക്കുന്ന ഫോഴ്സ് ആണ്. ഓക്കെ, for these equations we can conclude that the unit of pressure is Newton per meter square. നമ്മളെ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ. ന്യൂട്ടന്റെ യൂണിറ്റ് എന്താണ്? സോറി, ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. അപ്പൊ അതെന്നെ എഴുതി പെർ മീറ്റർ സ്ക്വയർ. അതാണ് അവിടുത്തെ മീറ്റർ. ഏരിയ എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ അല്ലേ? ഓക്കെ, യൂണിറ്റ്. ഓക്കെ, ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണല്ലോ. അപ്പൊ മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ അല്ലെ? അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് പ്രഷറിന്റെ എന്താണ് യൂണിറ്റ്. ഏത്? ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയും. നമുക്ക് പിന്നെ പഠിക്കാം ഡിറൈവ്ഡ് യൂണിറ്റ് എന്താണ്. ഓക്കെ, ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ നമ്മൾ വേറൊരു പേര് എടുത്തു വിളിക്കുന്നു. അതാണ് പാസ്കൽ. അതാണ് ഹെൻറി പാസ്കൽ ആണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ പാസ്കൽ എന്ന പേരിലാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ളത് എന്താണ്? അതിന്റെ ഡിറൈവ്ഡ്, നമ്മൾ ഇതിലൂടെ കണ്ടെത്തി എടുക്കുന്ന യൂണിറ്റ് ആണ്. ഡിറൈവ്ഡ് യൂണിറ്റും അല്ലാത്ത യൂണിറ്റ് SI യൂണിറ്റ് ഉണ്ട്, നമുക്ക് ഇതിനെ പഠിക്കാം. അപ്പൊ ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് എന്ത്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. എന്നാൽ അതിന്റെ എന്താണ് SI യൂണിറ്റ്, അഥവാ യഥാർത്ഥമായിട്ട് നമ്മൾ എല്ലാ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ ആണ്. ഓക്കെ, അപ്പം പ്രഷറിന്റെ യൂണിറ്റ് എന്ന് ചോദിച്ചാൽ പാസ്കൽ എന്ന് പറയണം. ഇതല്ലേ പറയേണ്ടത്? പ്രഷറിന്റെ യൂണിറ്റ് പാസ്കൽ. ഓക്കെ, ഈ നമ്മൾ നേരത്തെ ഒരു പിക്ചറിൽ, ഇവിടുത്തെ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി കാലിന്റെ മുകളിൽ ഒരു ആണി ഇങ്ങനെ കൊണ്ടപ്പോ ഭയങ്കര വേദന എന്ന് പറയുന്നു അല്ലെ? ഒരു ആണി ഈ കുട്ടിയുടെ കാലിൽ കൊണ്ടപ്പോൾ ഭയങ്കര വേദന. എന്താ കാരണം? ഇത് പെർപെൻഡിക്കുലർ ആയി നിൽക്കുന്ന ആണിയിലേക്ക് നമ്മുടെ കയ്യിൽ ഈ ഏരിയയിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് പെർപെൻഡിക്കുലർ ആയില്ല ഫോഴ്സ്. അത് ആ സർഫസിലെ ആ ഒരു പ്രത്യേക ഏരിയയിലേക്ക്, ആ കാലിന്റെ ആ പ്രത്യേക ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നു? അതിവേഗത്തിൽ അനുഭവപ്പെടുന്നു. ഓക്കെ, ആ ഒരു ചെറിയ ഏരിയയിലേക്ക് അനുഭവപ്പെടുന്നത് കൊണ്ടാണ് നമുക്കത് വേദനയായിട്ട് അനുഭവപ്പെടുന്നത്. ഇതിന് പകരം നമുക്കിതാ ഇങ്ങനെ ഒരു ഇരുമ്പിന്റെ കട്ടിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിടക്കാൻ പറ്റുന്ന ഇരുമ്പിന്റെ കട്ടിലുകളിൽ കിടക്കാൻ പറ്റുന്ന. നോക്കാം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇരുമ്പിന്റെ കട്ടിലിൽ നമുക്ക് കിടക്കാം, പക്ഷെ ഒരു ആണിയുടെ മുകളിൽ നമുക്ക് കിടക്കുമ്പോൾ കാല് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലേക്ക് അത് തുളച്ചു കയറും. കാരണം എന്താ? നമ്മുടെ ആളിന്റെ ശരീരത്തില് ചെറിയ കോറലൊക്കെ സംഭവിക്കുക, അത് പറയുന്നില്ല. ഈ ഇതിന്റെ മുകളില് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും തുല്യമായിട്ടുള്ള ഫോഴ്സ് കൊടുത്തിരിക്കുന്നു. തുല്യമായിട്ടുള്ള ഫോഴ്സ് അവിടെ എല്ലാ സർഫസ്, ഈ ഏരിയയുടെ ഇയാളുടെ ശരീരത്തിലെ ഏരിയയില് തുല്യമായിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും എന്ത് സംഭവിക്കും ഇവിടെ ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ഫോഴ്സ് ആയിരിക്കും എവിടെ കൊടുത്തിട്ടുണ്ടാകാം? ഈ ആണികൾ ഓരോന്നെടുക്കും. ഇപ്പൊ ഒരാള് ഞാൻ ഇയാളെ പിടിച്ച് പൊന്തിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ഒരു പ്രത്യേക ഏരിയയിലാണ് ഫോഴ്സ് കൊടുക്കുന്നത്. ഞാനപ്പോ ഈ കൈ കൊണ്ട് ഞാൻ ഇയാളെ പിടിച്ച് പൊന്തിക്കാൻ കഴിയുമ്പോൾ ഇവിടെയാണ് എന്റെ എല്ലാ ഫോഴ്സും കൊടുക്കുന്നത്. ആ ഫോഴ്സ് എല്ലാം കൂടി ഒരൊറ്റ ഏരിയയിൽ ഒറ്റ പോയിന്റിൽ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യും? കീറിപ്പോകും. ഒരു കടലാസ് എടുത്തിട്ട് ഒരു ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ചെറിയ പെൻസിലോണ്ട് അമർത്തുകയാണ് ചോദിച്ചാൽ എന്ത് സംഭവിക്കും? അത് എല്ലാം കൂടി കീറിപ്പോകും പെട്ടെന്ന്. എന്നാൽ ഒരു കടലാസിന്റെ മുകളിലേക്ക് നിങ്ങള് ഇതിന് പകരം ഒരു കാർബോർഡിന്റെ മുകളിൽ ഈ കടലാസ് വെച്ചിട്ട് അമർത്തുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ എല്ലാ ഭാഗത്തും ഒരു തുല്യ ഫോഴ്സ് ആയിരിക്കും. അതുകൊണ്ട് അതെന്ത് ചെയ്യില്ല? കീറിപ്പോകത്തില്ല. ഓക്കെ, അതൊക്കെ അതിന്റെ എക്സാമ്പിളാണ്. ഈ ഭാഗത്ത് എല്ലാവരും തുല്യമായിട്ടുള്ള ഫോഴ്സ് അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യില്ല? ആണി തുളച്ച് കയറി പോകാത്തത്. അതായത് ചെറിയൊരു വേദനയൊക്കെ ഉണ്ടാവും കേട്ടോ, നമുക്കുണ്ടാക്കാൻ പറ്റുന്ന. പക്ഷെ ഒരു കാര്യം, ഈ ആണി വെച്ചിരിക്കുന്നത് തുല്യ അകലത്തിലായിരിക്കണം. ഒന്ന് കൂടുതലും ഒന്ന് കുറവൊക്കെ ആണെങ്കിൽ നമുക്കത് കാലിന് തുറച്ചു കയറാൻ ചാൻസ് ഉണ്ട്. കഴിയുന്നത് ഈ ആണികൾ ഉപയോഗിക്കുന്നത് സെപ്റ്റിക് ആകാത്ത ആണികളായിരിക്കണം. തുരുമ്പുള്ള ആണികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വേറെ ദോഷങ്ങളുണ്ട്. ഇതൊക്കെ എക്സ്പീരിയൻസിന്റെ രീതിയിൽ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇത് ചെയ്താൽ തുളഞ്ഞു പോകത്തുന്നില്ല. ഓക്കെ, while applying a given
force, pressure decreases when the area of surface of contact increases. When the area decreases, the pressure increases. ഇവിടെ എനിക്ക് ഇവിടെ ഏരിയ എന്താണ് ഒരു ഏരിയയിൽ പ്രഷർ ഒരു ഫോഴ്സ് കൊടുക്കുന്ന ഒരു ഏരിയ ഇവിടെ എല്ലാ സ്ഥലത്തും ഫോഴ്സ് തുല്യമായിട്ടാണ് കൊടുക്കുന്നത് അല്ലെ. അപ്ലൈങ് എ ഫോഴ്സ് പ്രഷർ ഡിക്രീസസ്, പ്രഷർ ഡിക്രീസ് ചെയ്യാൻ പ്രഷർ നമുക്ക് അവിടെ ഡിക്രീസ് ചെയ്യാൻ പറ്റും. പ്രഷർ ഡിക്രീസസ് വെൻ ഏരിയ ഓഫ് സർഫസ് ഓഫ് കോണ്ടാക്ട് ഇൻക്രീസസ്. ഏരിയ സർഫസ് ഓഫ് കോണ്ടാക്ട് ഈ സൈഡ് ഇയാളുടെ ബാക്ക് ഭാഗം ഇവിടെയിൽ കിടക്കുന്നത് എന്താണ് സർഫസ്, ഈ സർഫസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഭാഗങ്ങളാണ് സർഫസ് ഏരിയ നമ്മൾ പറയും. ഓക്കെ, കോണ്ടാക്ട് വിത്ത് ദ സർഫസ്. പ്രഷർ ഡിക്രീസ്, അവിടെ പ്രഷർ ഡിക്രീസ് ചെയ്യും. എങ്ങനെ? തുല്യമായിട്ട് ഒരു ഈക്വൽ ഫോഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ, എല്ലാ ഭാഗത്തും ഒരേപോലത്തെ ഫോഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ അനുഭവപ്പെടുന്നത് എങ്ങനെയായിരിക്കും? എന്നാൽ ഇത് ഒരു ഒറ്റ ആണിയുടെ മേലാണ് ഇയാൾ കിടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഇയാളുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറുന്നതായിരിക്കും. ഇതേപോലെ തന്നെയാണ് ഈ നമ്മുടെ പാറ്റേൺ ടാങ്കുകളുടെ കേസിലും കാണിക്കുന്നത്. ഈ ചക്രം എല്ലാം തുല്യ അകലത്തിലാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് കൊടുത്തിരിക്കുന്ന ടൈറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഏരിയ എന്താണ്? തുല്യമായിട്ടാണ് ഇതിന്റെ മുകളിൽ ടച്ച് ചെയ്യുന്നത്. ഒന്ന് വലിയ ചക്രമുണ്ട്, ചെറിയ ചക്രമാണെങ്കിൽ എന്ത് ചെയ്യും? എത്തുന്നത് പൊട്ടിപ്പോവും. അതില്ലാത്തത് കൊണ്ടാണ് അത് ചെയ്യുന്നത് കറക്റ്റായിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് അതിൽ പറയുന്ന കണ്ടന്റ്. അതിപ്പോ എത്ര ഇതിൽ വേണമെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്, ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലിക്വിഡ് പ്രഷർ, എയർ പ്രഷർ ഇതുകൂടി തീർക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.